നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 6 പതിറ്റാണ്ടിന്റെ ഐതിഹാസിക ചരിത്രം ഇത്. 6 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് കാവലായിരുന്ന ഐതിഹാസിക പോർ വിമാനമായ MiG-21 വിരമിച്ചു. ഇന്ത്യൻ വ്യോമസേനയിൽ MiG-21ന്റെ ഔദ്യോഗിക യാത്രയയപ്പ് ചണ്ഡീഗഡിൽ വെച്ച് വിപുലമായ ചടങ്ങുകളോടെ നടന്നു. MiG-21 വിമാനങ്ങളുടെ പ്രവർത്തനം സെപ്റ്റംബർ 26-ന് ഔദ്യോഗികമായി അവസാനിച്ചു. സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചണ്ഡീഗഡിൽ നടന്ന വിടവാങ്ങൽ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക മേധാവികൾ, മുൻ സൈനികർ എന്നിവർ പങ്കെടുത്തു. MiG-21കൾ, ജാഗ്വാറുകൾ, സൂര്യകിരൺ എയറോബാറ്റിക് ടീം എന്നിവയുടെ മനോഹരമായ ഫ്ലൈപാസ്റ്റ് ചടങ്ങിന് മാറ്റുകൂട്ടി. ഈ വിമാനങ്ങൾ ബാദൽ, പാന്തർ ഫോർമേഷനുകളിൽ പറന്നു. എയർ ചീഫ് മാർഷൽ AP സിംഗ് സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയോടൊപ്പം ബാദൽ ഫോർമേഷനിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഇന്ത്യയുടെ 1965, 1971 യുദ്ധങ്ങൾ, 1999-ലെ കാർഗിൽ സംഘർഷം, 2019-ലെ ബാലാകോട്ട് വ്യോമാക്രമണങ്ങൾ എന്നിവയിൽ നിർണായക പങ്കുവഹിച്ച യുദ്ധവിമാനങ്ങളാണ് MiG-21. ഈ 6 പതിറ്റാണ്ട് കാലത്തെ സുദീർഘമായ സേവനങ്ങൾ അവസാനിപ്പിച്ച് MiG-21 നിലത്ത് വിശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഒരു സുപ്രധാന യുഗത്തിന് അന്ത്യമാവുകയാണ്. രഹസ്യമായി നടന്ന ഒരു കരാറിലൂടെയാണ് ഇന്ത്യ ഈ വിമാനങ്ങൾ സ്വന്തമാക്കിയത്. ഇത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വിമാനങ്ങൾ വാങ്ങുന്നതിനൊപ്പം അവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസും ലഭിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഈ കരാറിന്റെ സാമ്പത്തിക വിവരങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിൽ MiG-21 അതിന്റെ പോരാട്ട വീര്യം തെളിയിച്ചു. പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത സൈബർ ജെറ്റുകളെ തുരത്തി ഓടിച്ച് ഇന്ത്യൻ ആകാശം MiG-21 കാത്തു. കറാച്ചി തുറമുഖം വരെ ഇന്ത്യൻ MiG-21 വിമാനങ്ങൾ ആക്രമണം നടത്തി. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത നിരവധി വ്യോമ പോരാട്ടങ്ങളിൽ MiG-21 നേടിയ വിജയങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു. അക്കാലത്ത് പാകിസ്ഥാന്റെ പേടി സ്വപ്നമായിരുന്നു MiG-21. ഓപ്പറേഷൻ സിന്ദൂറും വിജയമാക്കി MiG-21 യുദ്ധവിമാനങ്ങൾ പടിയിറങ്ങുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്ന MiG-21 ഫൈറ്റർ ജെറ്റുകളിലെ അവസാന ബാച്ചും വിരമിച്ചു. 6 പതിറ്റാണ്ടുകാലം രാജ്യത്തെ കാത്ത MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ഇനി വിശ്രമം. പുതുതലമുറയ്ക്ക് വഴിമാറൽ. മിഖായേൽ ഗുരേവിച്ച് MiG-21, അതാണ് MiG-21 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ. പേരിൽ തന്നെ പഴയ സോവിയറ്റ് ബന്ധം വ്യക്തം. സോവിയറ്റ് വിമാന നിർമ്മാണ വിഭാഗമായ മിഖായോൻ ഗുരേവിച്ച് അവതരിപ്പിച്ച ശബ്ദാതിവേഗ വിമാനങ്ങളാണ് MiG-21. ലളിതമായ ഡിസൈനും അതിലെ നീണ്ടുകൂർത്ത മൂക്കും ഡെൽറ്റ വിങ്ങും മാക് 2+ വേഗവും നൊടിയിടയിലുള്ള കുതിപ്പുമെല്ലാം MiG-21നെ ഗംഭീരമാക്കി. ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് MiG-21. സോവിയറ്റ് യൂണിയനും ഇന്ത്യയും ചൈനയും ഇറാഖും വിയറ്റ്നാമുമെല്ലാം MiG-21 ഉപയോഗിച്ചു. മിഖായേൽ ഗുരേവിച്ച് 1950കളുടെ തുടക്കത്തിൽ MiG-21ന്റെ മാതൃക വികസിപ്പിച്ചു തുടങ്ങി. 1963-ൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് MiG-21 യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് എത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർസോണിക് വിമാനമായിരുന്നു MiG-21. 1962-ലെ ഇന്തോ ചൈന യുദ്ധത്തിന് ശേഷമുള്ള പ്രതിരോധ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെത്തിയ MiG-21 ജെറ്റുകൾ. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലും 1999-ലെ കാർഗിൽ യുദ്ധത്തിലുമെല്ലാം നിർണായക സാന്നിധ്യമായി. 2019-ലെ ബാലാകോട്ട് വ്യോമാക്രമണം ഇതിന്റെ എടുത്തു പറയത്തക്ക ഒന്നാണ്. നാളിതുവരെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് 900-ഓളം MiG-21 വിമാനങ്ങൾ. രാജ്യത്തിന്റെ ആകെ യുദ്ധവിമാനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 1/3 ഒരു വേള MiG-21 ആയിരുന്നു. സാങ്കേതികവിദ്യ ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ കൈമാറിയതോടെ മിക്ക MiG-21 വിമാനങ്ങളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇവിടെ തന്നെ നിർമ്മിച്ചു. ഇതിലെ അവസാന ബാച്ചിലുള്ള 36 MiG-21 വിമാനങ്ങളാണ് ഇപ്പോൾ യാത്ര പറയുന്നത്. 2017-നും 2024-നും ഇടയിൽ MiG-21ന്റെ 4 സ്ക്വാഡ്രനുകൾ വിരമിച്ചിരുന്നു. ശ്രീനഗർ ആസ്ഥാനമായുള്ള 51-ാം സ്ക്വാഡ്രൺ 2022-ലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ ബന്ദിയാക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത അഭിനന്ദൻ വർദ്ധമാൻ ഈ സ്ക്വാഡ്രണിൽ വിംഗ് കമാൻഡറായിരുന്നു. 2019-ൽ പാകിസ്ഥാന്റെ 4ാം തലമുറയിൽപ്പെട്ട US നിർമ്മിത F-16 വിമാനത്തെ വെടിവെച്ചിട്ടതിന്റെ നേട്ടവും MiG-21ന് തന്നെ. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്നപ്പോഴും ഒരു പഴി MiG-21 യുദ്ധവിമാനങ്ങൾ കേട്ടു. പറക്കും ശവപ്പെട്ടി എന്ന ചീത്തപ്പേരാണ് അത്. ഓടിത്തളർന്ന MiG-21 വിമാനങ്ങൾ അനവധി അപകടങ്ങൾക്ക് സമീപ വർഷങ്ങളിൽ വഴിവെച്ചിരുന്നു. MiG-21 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി ദുസ്സഹമായി. MiG-21 അപകടങ്ങളിൽ നിരവധി പൈലറ്റുമാർക്കും സിവിലിയൻസിനും ജീവൻ നഷ്ടമായി. ഇനി ആ പഴയ MiG-21 എന്ന ചീറ്റപ്പുലി ഇല്ലെങ്കിലും സാരമില്ല. ഇന്ത്യൻ വ്യോമസേന പുത്തൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
MiG-21 വിരമിക്കുന്നതിന്റെ തൊട്ടുതലേന്ന് ഇന്ത്യ പുത്തൻ തേജസ് വിമാനങ്ങളുടെ കരാർ ഒപ്പിട്ടു. എങ്കിലും 62 വർഷം രാജ്യത്തെ കാത്ത MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. MiG-21ന്റെ വിടവാങ്ങൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കും. അംഗീകൃതമായ 42 സ്ക്വാഡ്രനുകൾക്ക് പകരം ഇനി 29 സ്ക്വാഡ്രനുകൾ മാത്രമായിരിക്കും സേനയിൽ ഉണ്ടാവുക. ഈ കുറവ് നികത്താനായി പുതിയ LCA തേജസ് മാർക്ക് 1, മാർക്ക് 2, റഫേൽ വിമാനങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്. MiG-21ന്റെ വിരമിക്കൽ ഒരു യുഗത്തിന്റെ അവസാനമാണ്. പക്ഷേ അത് സൃഷ്ടിച്ച പോരാട്ട വീര്യത്തിന്റെയും ധീരതയുടെയും ചരിത്രം ഇന്ത്യൻ വ്യോമസേനയുടെ ഓർമ്മകളിൽ എന്നും ജ്വലിച്ചു നിൽക്കും. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും.